സല്ലാർ സീസ്ഫയർ എന്ന് പറഞ്ഞാൽ സല്ലാർ പാർട്ട് 2ൻ്റെ ഒരു വേൾഡ് ബിൽഡിംഗ് ആണ്. കാൻസാർ എന്ന് പറയുന്ന ലോകത്തേക്കാണ് പ്രശാന്ത് നീലിനെ കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് പൃഥ്വിരാജും പ്രഭാസും സൂപ്പറാണ്. ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് ലൈക്ക് പ്രഭാസാണ് ഫുള്ള്. ഫസ്റ്റ് ഹാഫ് ഇൻട്രൊഡക്ഷനിലാണ് പൃഥ്വിരാജ് വരുന്നത്. ഒരു 2 ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ് പറയുന്നത്. വേൾഡ് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. ബട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ രണ്ടുപേരും അടിപൊളി പെർഫോമൻസ് ആണ്. ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ പൃഥ്വിരാജും നമ്മുടെ പ്രഭാസും കൂടിയുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത് ഒസമായിരുന്നു. എന്തായാലും രാധേശ്യാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു ആഫ്റ്റർ സീരീസ് ഓഫ് ഫ്ലോപ്പ് പ്രഭാസിൻ്റെ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരിക്കും. ബട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് പഴയ പടം അറിയാലോ, ഞാൻ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ, ആ ഒരു ബെഞ്ച് മാർക്ക് എത്തിയെന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് എത്തിയില്ല. ബട്ട് തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. നിങ്ങൾ നിരാശപ്പെടുത്തില്ല. തിയേറ്ററിൽ വന്ന് കാണാനുള്ള എല്ലാ സ്റ്റാഫും ഉണ്ട്. ബട്ട് നിങ്ങൾ ഒരു ഹൈ എക്സ്പെക്ടേഷൻ വെച്ച് വേണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എനിക്ക് കൂടുതൽ പൃഥ്വിരാജ് ലുക്ക് വൈസും ഇതുവൈസും വളരെ സെറ്റിലായിരുന്നു. പക്ഷേ സ്ക്രീൻ സ്പേസ് കൂടുതൽ പ്രഭാസം തന്നെയാണ്. പക്ഷേ പൃഥ്വിയുടെ സീൻസ്, പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ വരുമ്പോൾ ഡയലോഗ് ഡെലിവറി അല്ല, എനിക്ക് ഫാൻസ് ലൈക്ക് തിയേറ്ററിൽ വന്ന് കാണാറുണ്ട്. പൃഥ്വിരാജ് എന്തായാലും ഒരു ലൈക്ക് മലയാളം ഇൻഡസ്ട്രിക്ക് തന്നെ എന്തായാലും ഒരു വലിയതായിട്ട് ഓപ്പണിംഗ് ആയിരിക്കും. എന്തായാലും നല്ലൊരു സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പൃഥ്വിരാജ് എന്തായാലും പൊളിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുവാണെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണാം. കാരണം അല്ലെങ്കിൽ അതിനൊരു ഇമ്പാക്റ്റ് വളരെ കുറവായിരിക്കും. ബട്ട് ഹൈ എക്സ്പെക്ടേഷൻ വേണ്ട. ഇൻ കോട്സ് പടം മറ്റൊരു യൂണിവേഴ്സ് ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ് പ്രശാന്തിന് കേട്ടോ. KGF വേണ്ടി യാതൊരു ബന്ധമില്ല. പക്ഷേ അതിനോട് ഒത്തു തന്നെ നിൽക്കുന്ന ഒരു വേറൊരു യൂണിവേഴ്സ്. പടം തകർത്തു വാരി. പ്രഭാസും പൃഥ്വിരാജും വേറെ ലെവലാണ്. പൃഥ്വിരാജിൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ തകർപ്പൻ എൻട്രി. അതുപോലെയാണ് പൃഥ്വിരാജിൻ്റെ എൻട്രി. പ്രഭാസിനേക്കാൾ നല്ല എൻട്രിയാണ് പൃഥ്വിരാജിൻ്റെ എൻട്രി കാണിച്ചു വെച്ചിരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്. മസ്റ്റ് വാച്ച്. തിയേറ്റർ മസ്റ്റ് വാച്ച്. സൂപ്പറാണ് കേട്ടോ. പടം ഒരു എബവ് ആവറേജ് പടം. അതായത് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് പോണത് പ്രശാന്ത് നീലിൻ്റെ തന്നെ ഫസ്റ്റ് പടമായ ഉഗ്രൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിൻ്റെ രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് പോണത്. അതായത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി, ക്യാരക്ടേഴ്സിനെ കുറച്ച് അപ്ഡേറ്റ് ചെയ്തിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. അതായത് ഉഗ്രത്തിൻ്റെ ഒരു പാറ്റേൺ തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ മൊത്തം വന്നേക്കുന്നത്. സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ വന്നത്. അതിനകത്ത് പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ ഒരു ഗെയിം ഓഫ് ത്രോൺസിൻ്റെ അതേ ഒരു രീതിയിലാണ്. അതായത് ഫാമിലീസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ, അങ്ങനെ ഒരു സംഭവമാണ് വന്നേക്കുന്നത്. ഇതൊരു വലിയൊരു വേൾഡ് ബിൽഡിംഗ് ആണ് സലാറിനുള്ളത്. ആ വേൾഡ് ബിൽഡിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്ത് തന്നെയാണ് ഈ പടം. സെക്കൻഡ് പാർട്ടിലാണ് ഇനി എല്ലാം ഇരിക്കുന്നത് തന്നെ. ആ സെക്കൻഡ് പാർട്ടിലോട്ടുള്ളൊരു ബിൽഡപ്പാണ് ഈ പടം. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് മിഡിലിൽ വെച്ച് കുറച്ച്, അതായത് ബിൽഡപ്പ് കൊടുത്ത് അത് കാണിക്കേണ്ടത് കുറച്ച് വൈകിപ്പോയി. അത് കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇതായിരുന്നു. കാരണം ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ്. അപ്പോൾ ആ ഒരു, അതായത് നമ്മിങ്ങനെ ബിൽഡ് ചെയ്ത് വന്ന സാധനം കുറച്ചിങ്ങനെ ഡൗണായി വരുമ്പോഴാണ് അത് കാണിക്കുന്നത്. അതൊന്ന് ഫാസ്റ്റ് ആക്കാറെന്നും തോന്നി. പിന്നെ പെർഫോമൻസ് കാര്യം പറയുകയാണെങ്കിൽ ഈ ആദിപുരുഷ്, രാധേശ്യാം, പിന്നെ സാഹു, ഇതൊക്കെ കണ്ട സമയത്തൊരു അമ്മാവൻ പ്രഭാസായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സലാറിലോട്ട് വന്ന സമയത്ത് പ്രഭാസിനെ പ്രസൻറ്റ് ചെയ്തേക്കണ അടിപൊളിയാണ്. പ്രഭാസ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ലുക്ക്, കോസ്റ്റ്യൂം, കാര്യങ്ങളൊക്കെ അടിപൊളി. ഇതിനകത്ത് VFX പ്രഭാസായിട്ട് തോന്നിയിട്ടില്ല. അത് തന്നെ ഏറ്റവും വലിയൊരു പോസിറ്റീവാണ്. ഇതിനകത്ത് VFX പ്രഭാസായിട്ട് തോന്നിയിട്ടില്ല. കാരണം പുള്ളിയുടെ ആ ഒരു സ്വാഗ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസ് ഒക്കെ നന്നായി തന്നെ വന്നിട്ടുണ്ട്. അൻപറിവിൻ്റെ ആക്ഷൻ സീക്വൻസ് അല്ല, പിന്നെ രാജുവേട്ടന് അവസാനം ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അതൊക്കെ നല്ല കൈയടിയായിരുന്നു. ആ സമയമൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതിങ്ങനെ സെക്കൻഡ് പാർട്ടിലോട്ടുള്ളൊരു സെറ്റപ്പായിട്ടാണ് വന്നേക്കുന്നത്. അത് സെറ്റ് ചെയ്ത് തന്നെയാണ്. വലിയ വേൾഡാണല്ലോ. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. ഫസ്റ്റ് പാർട്ട് കൊള്ളാം. അതായത് ഒരു ലാസ്റ്റ് കൊണ്ട് നിർത്തിയേക്കണൊക്കെ അല്ല. സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടി ഇതായത്. പക്ഷെ ആ സെക്കൻഡ് ഹാഫിൽ ആ മിഡിൽ പോർഷനിലായതൊന്ന് കുറച്ച് ഫാസ്റ്റ് ആക്കാമെന്ന് തോന്നി. ആ ഉഗ്രത്തിൻ്റെ ഒരു പാറ്റേൺ പിടിച്ച് പോയിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ഫാമിലിയുടെ കോൺഫ്ലിക്റ്റ് കാര്യങ്ങളോട്ടൊക്കെ വരും. ടെക്നിക്കലി ബ്രില്യൻ്റാണ്. പ്രശാന്ത് നീലിൻ്റെ ഫ്രെയിംസ്, കാര്യങ്ങൾ, കളർ ഗ്രേഡിങ്, അതൊക്കെ അടിപൊളിയായി തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ശ്രുതി ഹാസിൻ്റെ ഡബ്ബിങ് നല്ല വെറുപ്പിക്കലായിരുന്നു. തുടക്കം തന്നെ ഒരു അലമ്പ് ഡബ്ബിങ്. കാരണം ഒട്ടും മാച്ചാണല്ലോ ശ്രുതി ഹാസിൻ്റെ ഡബ്ബിങ്. ഭയങ്കര വെറുപ്പിക്കലായിട്ടാണ് തോന്നിയത്. അത് ഒരു ഭയങ്കര വെറുപ്പിക്കലായിട്ടാണ്, ഇറിറ്റേറ്റിംഗ് ആയിപ്പോയി ശ്രുതി ഹാസിൻ്റെ ഡബ്ബിങ്. അതൊന്ന് നല്ല ഡബ്ബിങ് ആക്കാറുണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ ഡബ്ബിങ് ഒക്കെ കൊള്ളാം. ഇവരുടെ കോമ്പിനേഷൻ സീൻസൊക്കെ നന്നായി തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഓവറോൾ കണ്ടിരിക്കാം. ഈ സെക്കൻഡ് പാർട്ടിൽ കൂടി കണ്ടാലേ നമുക്കൊരു ഫുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ പടത്തിൻ്റെ. കണ്ടിരിക്കാം എങ്ങനെ പടം. ഈ KGF പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ചിലപ്പോൾ നിരാശയായി പോകാം. പക്ഷേ എന്നെ സംബന്ധിച്ച് KGF പാർട്ട് 1 എനിക്ക് എങ്ങനെ തോന്നിയോ അതുപോലെ തന്നെയാണ് ഈ സലാറിൻ്റെ പാർട്ട് 1 തോന്നിയത്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് കുറേ കൂടി അടിപൊളിയാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്.
രാജുവേട്ടൻ അടിപൊളിയാണ്. പ്രഭാസ് കഴിഞ്ഞ പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്ററാണ്. ഫൈറ്റ് സീക്വൻസസ് ആയാലും എന്തായാലും അടിപൊളിയാണ്. പക്ഷേ എയർ റേറ്റഡിലാക്കാൻ മാത്രം വലുതായിട്ടൊന്നുമില്ല. നമ്മുടെ റോളക്സ് ഒക്കെ തലവെട്ടറ പോലത്തെ സാധനങ്ങളൊന്നും ഇല്ല അങ്ങനെ. അപ്പോൾ ഇത് ഒരു ഫൺ എൻ്റർടൈനറാണ്, ഫൺ പടമാണ്. കാണാനായി തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. എത്രത്തോളം എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എന്നെ സംബന്ധിച്ച് ഒരു 10ൽ നമുക്കൊരു 7-7.5 കൊടുക്കാം, കൂടിപ്പോയ 8 അത്രേ ഉള്ളൂ. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. റോമാഞ്ചിഫിക്കേഷൻ തരുന്ന സീനുകളുടെയും ഫ്രെയിമുകളുടെയും അഴിഞ്ഞാട്ടം തന്നെയാണ്. പ്രശാന്ത് നീലിൻ്റെ മറ്റൊരു മാച്ച് KGF ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് KGF വേറൊരു ടെറിട്ടറിയാണ്. ഇതിൽ പ്രശാന്തിനെയും പൃഥ്വിരാജിനെ അഴിഞ്ഞാടാൻ വിട്ടേക്കാണ് പ്രശാന്ത് നീൽ എന്നുള്ളത്. കാരണം ഒരു മലയാളി പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ പൃഥ്വിരാജിൻ്റെ അഴിഞ്ഞാട്ടം, പൃഥ്വിരാജ് സ്കോർ ചെയ്യുന്ന ഒരുപാട് സീനുകളുണ്ട്. പ്രഭാസിൻ്റെ കംബാക്ക് ആണെന്നുള്ള ഒരു ഡൗട്ടും ഇല്ല. മസ്റ്റ് തിയേറ്റർ വാച്ച്. അതിൻ്റെ ഡാർക്ക്നെസ്, അതിൻ്റെ ഫ്രെയിമുകൾ, അതിൻ്റെ മ്യൂസിക്, പ്രഭാസിൻ്റെ എൻട്രി സീൻ തന്നെ ഉണ്ടല്ലോ, തിയേറ്റർ ഇളകി മറിയായിരുന്നത്. കാരണം ഇതിൽ കൂടുതൽ പ്രഭാസിന് കയറി വരുന്ന ഒരു സ്റ്റെപ്പില്ല. അതുകൊണ്ട് മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്ന് ഒരു ഡൗട്ടും ഇല്ല. കളക്ഷൻസ് കയറാൻ ചാൻസസ് ഉണ്ട്, കാരണം ബിൽഡപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ KGFന് ഞാൻ ഒരിക്കലും KGFന് മുകളിലാണെന്ന് ഞാൻ പറയില്ല. കാരണം KGF വേറൊരു ടെറിട്ടറി തന്നെയാണ്. അത്